ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തോരൻ വെണ്ടയ്ക്ക കേട്ടോ. അപ്പോൾ അതിനുള്ള വെണ്ടയ്ക്ക എടുത്തു, ഒരു 4 പച്ചമുളകും ഒരു ചെറിയ സവാളയും. ഈ സവാള മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും നമ്മൾ കഴുകി വെച്ചിരിക്കുമായിരുന്നു. അത് നമ്മളിത് നന്നായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ എണ്ണ ചൂടായപ്പോഴത്തേക്കും അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക വേറൊരു രീതിയിലും വെക്കാം കേട്ടോ. ഈ സവാള ഇടാതെ നമ്മൾ ഈ പച്ചമുളകിൻ്റെ കൂടെ ഉണക്കമുളക് അരിഞ്ഞിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണങ്ങി കിട്ടും. പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം ഇതാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെക്കണം. അപ്പോൾ ഇത് പണ്ടൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു രീതി ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിതിനോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനം നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒത്തിരി അതങ്ങ് കുറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും വെണ്ടയ്ക്ക എടുത്തത്. അതുപോലെ പിഞ്ച് നല്ല ചെറിയ മൂക്കാത്ത വെണ്ടയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇത്ര എടുത്തില്ലെങ്കിൽ എനിക്ക് ഇത്രേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ മോളും ഉണ്ട്. മോൾക്കിന്ന് എക്സാം ഇല്ല. അപ്പോൾ അതുകൊണ്ട് മോളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും എടുത്തത്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രേൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി. ഇപ്പോൾ അതേ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഉണങ്ങിയ മതി. എനിക്ക് ഒത്തിരി ഇതായി പച്ചക്കറി ഒരുപാട് വെന്ത് പോണതും ഒത്തിരി ഉണങ്ങി വരുന്നത് എനിക്കിഷ്ടമല്ല. അത്യാവശ്യം ഒരു പച്ച രീതിയിൽ തന്നെ കഴിക്കണേ കേട്ടോ എനിക്കിഷ്ടം. അപ്പം ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ചോറും കറിയും എല്ലാം ആയിട്ടോ. അപ്പോഴേക്കും എനിക്ക് ദാഹിച്ചു കേട്ടോ. അപ്പം നല്ല ദാഹം. അപ്പം ഞാൻ മോളോട് ഇച്ചിരി നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊച്ചു നാരങ്ങാവെള്ളം ഉണ്ടാക്കി. മോളുണ്ടാക്കി തന്നെ നാരങ്ങാവെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടാക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റും ആണല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ചിലപ്പം തോന്നില്ല. അപ്പോൾ കൊച്ചുണ്ടാക്കണേ എനിക്ക് എല്ലാവരും ഇഷ്ടം കേട്ടോ. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ എനിക്ക് അവൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾ 2 പേരും നാരങ്ങാവെള്ളം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ് ഞങ്ങൾ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ടാൻ പോകണേ. മോക്കുള്ള ചോറാട്ടോ ഇത്. അപ്പോൾ കൊച്ചിന് സാമ്പാർ ഉണ്ട്, എനിക്ക് മീൻകറി ഉണ്ട്. അപ്പം അവൾക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ എടുത്തു. സാമ്പാറിൽ ഈ തിരയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് മാത്രമേ കൊച്ച് കഴിക്കുകയുള്ളൂ. അതിൻ്റെ ചാറും വേറെ ഒരു കഷ്ണവും കഴിക്കില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ തപ്പിപ്പറക്കി കിഴങ്ങെല്ലാം തപ്പിപ്പറക്കി എടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ചാറും എടുക്കും. അങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തോരനുണ്ട്. അപ്പം വെണ്ടയ്ക്ക തോരൻ അവൾ കൂട്ടും കേട്ടോ. വെണ്ടയ്ക്ക തോരൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക തോരനും വെച്ചു. പിന്നെ ഒരച്ചാർ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ശകലം നാരങ്ങ മേടിച്ചായിരുന്നേ. അപ്പോൾ അത് ചുമ്മാ അച്ചാറില്ലായിരുന്നു. മാങ്ങ മേടിച്ചിട്ടുണ്ട്, മാങ്ങ ഇട്ടിട്ടില്ല. അപ്പോൾ നാരങ്ങ ചുമ്മാ ഞാൻ വേവിച്ച് അരിഞ്ഞെടുത്തിട്ട് നല്ല എരിവുള്ള ഉണ്ടമുളക് ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടെ അതിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പ് ഇട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് വെച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് തന്നെയാണോ അങ്ങനെ ചെയ്യാനായിട്ടോ തോന്നിയത്. മുളക് പൊടി ഇടാൻ തോന്നിയില്ല. അപ്പോൾ അതിന് ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.